നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. 3 കോടി രൂപ വില വരുന്ന മുതലല്ലേ ഇത്? മൂന്ന് കോടിയുടെ ഈ മാല മനസമാധാനത്തോടെ എങ്ങനെ ഈ വീട്ടിൽ സൂക്ഷിക്കും? അപ്പൊ പിന്നെ ലോക്കറിൽ വെച്ച് തന്നെയല്ലേ മതിയാവൂ. കാലം അതായി പോയില്ലേ. സാരമില്ല, എന്നും പൂജാമുറിയിൽ വെച്ച് പൂജിക്കാൻ പറ്റിയില്ലെങ്കിലും സാധിക്കുന്ന സമയത്ത് നമുക്ക് ഈശ്വരന്റെ മുന്നിൽ വയ്ക്കാം. അതുകൊണ്ട് ഫോട്ടോഷൂട്ടിന്റെ അന്ന് വരെ ഈ മാല ഇവിടെ തന്നെ ഇരിക്കട്ടെ. ഏതായാലും ആരും ഇവിടെ വന്ന് ഇത് മോഷ്ടിക്കാൻ പോകുന്നില്ലല്ലോ. ഈ മാല പാർവതിയാണ് അണിയുന്നതെന്ന് പറഞ്ഞപ്പോ പ്രഭാവതി എന്ത് പറഞ്ഞു? പ്രഭാവതിക്കത് താല്പര്യം തന്നെ ആയിരുന്നോ? അവളൊന്നും പറഞ്ഞില്ല. കമ്പനിയുടെ ഭരണത്തിലുണ്ടായ മാറ്റത്തില് അവളിത്തിരി എതിർപ്പ് പ്രകടിപ്പിച്ചു. കമ്പനിയുടെ റൂൾസ് മാറ്റാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഞാൻ ബോധ്യപ്പെടുത്തിയപ്പോ പിന്നെ അവളൊന്നും മിണ്ടിയില്ല. എന്തായാലും പാർവതി ഭാഗ്യമുള്ള കുട്ടിയാ. ശരിക്കും ഐശ്വര്യദേവിയെ പോലെ തന്നെയാ. അതുകൊണ്ട് തന്നെ ഈ മാല അണിയാൻ എന്തുകൊണ്ടും യോഗ്യത പാർവതിക്ക് തന്നെ. പാർവതിക്ക് അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാ മണിചന്ദ്രമാല പാർവതിക്ക് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചത്. ഒന്നിനോടും അമിതാവേശം ഇല്ലാത്തത് അവളുടെ നല്ല മനസ്സ് കാരണമാ. അതുകൊണ്ടാ അവർക്ക് ഈ ഭാഗ്യങ്ങളൊക്കെ വന്നു ചേരുന്നത്. അമ്മ നോക്കിക്കോ, മണിചന്ദ്രമാല അണിയുന്നതിന് ശേഷം പാർവതിയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. അത് നീ പറഞ്ഞത് ശരിയാ. ഈ മാല എപ്പോഴൊക്കെ ആരൊക്കെ അണിഞ്ഞിട്ടുണ്ടോ അപ്പോഴൊക്കെ അവർക്ക് ഉയർച്ചകളും ഉണ്ടായിട്ടുണ്ട്. വാ മോളെ, പോവാ. ചേച്ചി, എന്താടാ അവിടെ ഫോട്ടോഷൂട്ടൊക്കെ തുടങ്ങിയോ? ഏയ്, തുടങ്ങിയിട്ടൊന്നുമില്ല. പക്ഷെ അതിലും വലിയ സംഗതികൾ അവിടെ നടക്കുന്നേ. അതെന്താ അത്ര വലിയൊരു സംഗതി? ചേച്ചി, മണിചന്ദ്രമാല എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അത് പഴയ മോഡലുള്ള വില കൂടിയ ഒരു മാലയാണെന്നാ ഞാൻ കേട്ടിട്ടുള്ളത്. ശരിയാണ്, ഐറ്റം വെരി കോസ്റ്റ്ലിയാണ്. അങ്ങനൊരു മാല ഈ വീട്ടിലുണ്ട്. ഇവിടെ മണിചന്ദ്രമാലയോ? ഉണ്ട് ചേച്ചി. നീ അതെങ്ങനെ അറിഞ്ഞു? ചേച്ചി, ഈ മണിചന്ദ്രമാല ഇവിടെ പാരമ്പര്യമായിട്ട് കൈമാറി വന്നൊരു മാലയാ. ഓരോരോ തലമുറയായി കൈമാറി കൈമാറി അവസാനം അത് ഗായത്രി ദേവിയിൽ എത്തിച്ചേർന്നു. ഇന്ന് പാർവതിക്കത് കൈമാറും. പാർവതി ഇന്ന് ഫോട്ടോഷൂട്ടിന് നിൽക്കുന്നത് ആ മാല ധരിച്ചിട്ടായിരിക്കും. എടാ, ഈ വിവരങ്ങളൊക്കെ നീ എങ്ങനെ അറിഞ്ഞു? ചേച്ചി, ഈ പ്രസ്തുത മാല പാർവതിക്ക് കൊടുക്കുന്നതിന് മുമ്പ് വിജയമ്മയും രാധികയും കൂടെ ആ മാല പൂജാമുറിയിൽ പൂജയ്ക്ക് വെച്ചിരിക്കുക. അവരതവിടെ വെക്കുന്ന നേരത്താ ഇതൊക്കെ സംസാരിച്ചതും ഞാനത് മറിഞ്ഞെന്ന് കേട്ടതും. ചേച്ചി, ശരിക്കും ഈ മാല ആർക്കാ കിട്ടേണ്ടത്? പാരമ്പര്യമായിട്ട് കൈമാറുന്ന രീതിയാണെങ്കിൽ അത് കിട്ടേണ്ടത് ചേച്ചിക്കല്ലേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.